നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് ബ്ലാങ്ങാട് വൈലി ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞോടി. ആനപ്പുറത്തുണ്ടായിരുന്നവരടക്കം 4 പേർക്ക് പരിക്ക്. എഴുന്നള്ളിപ്പിനിടെ കൊണാർക്ക് കണ്ണൻ എന്ന ആന മീനാട് കേശു എന്ന ആനയെ കുത്തിയതിനെ തുടർന്നാണ് നാട് പരിഭ്രാന്തിയിൽ അമർന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ ആനയോട്ടവും കൊടിയേറ്റവും നാളെ. ഇനിയുള്ള 10 ദിവസം ഗുരുഭവനപുരി ഭക്തിയിൽ ആറാടും. CCTV ന്യൂസ് ഇംപാക്ട്. താഴിട്ട് പൂട്ടിയിരുന്ന കമലാ സുരയ്യ സ്മാരക സമുച്ചയത്തിലെ മുകളിലെ വരാന്തകൾ സന്ദർശകർക്കായി തുറന്നിട്ടു. ചൊവ്വാഴ്ച വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നീർമാതള ചുവട്ടിലെത്തി. പുന്നൂർക്കുളം തങ്ങൾപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആനപ്പാപ്പാൻ മരിച്ചു. മരിച്ചത് ഗുരുവായൂർ ആനക്കോട്ടയിലെ പാപ്പാനായ കോഴിക്കോട് സ്വദേശി 53 വയസ്സുള്ള പ്രേമൻ. അപകടത്തിൽ പരിക്കേറ്റ 4 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു. വാർത്തകൾ വിശദമായി. ചാവക്കാട് ബ്ലാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തിയതിനെ തുടർന്ന് കുത്തുകൊണ്ട ആന വിരണ്ടോടിയ ആനയുടെ പുറത്തുണ്ടായിരുന്ന 4 പേർക്ക് ആനപ്പുറത്ത് നിന്ന് വീണ് പരിക്കേറ്റു. ഇടഞ്ഞ ആനയെ 1.5 മണിക്കൂറിന് ശേഷം പാപ്പാന്മാർ പൂർണ്ണമായും തളച്ചതോടുകൂടിയാണ് നാടിന്റെ പരിഭ്രാന്തിക്ക് ശമനമായത്. പാലക്കാട് വടക്കുംചേരി സ്വദേശികളായ കൊടിയനിവാസിൽ അഭിഷേക്, പുത്തൻവീട് അജിൽ, പറമ്പിൽക്കോടയിൽ കൃഷ്ണപ്രസാദ്, അഴീക്കോട് എമ്മാട്ട് ശ്രീജിത്ത് എന്നിവർക്കാണ് ആനപ്പുറത്തുനിന്ന് വീണ് പരിക്കേറ്റത്. ഇവരെ ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4ഓടെയാണ് സംഭവം. എഴുന്നള്ളിപ്പിനിടെ തിടമ്പേറ്റിയിരുന്ന കൊണാർക്ക് കണ്ണൻ എന്ന ആനയാണ് തൊട്ടടുത്തു നിന്നിരുന്ന മീനാടത്തിൽ ശ്രീകാശ് എന്ന ആനയെ കുത്തിയത്. കുത്തേറ്റ ശ്രീകാശ് എന്ന ആന ഉത്സവപ്പറമ്പിൽ നിന്ന് വിരണ്ടോടുന്നതിനിടെയാണ് ആനപ്പുറത്തുണ്ടായിരുന്നവർ വീണത്. വിരണ്ടോടിയെങ്കിലും ആന സമീപത്തെ റോഡ് മുറിച്ചു കടന്നുള്ള ഇറക്കത്തിൽ ശാന്തനായി നിന്നു. ആനയെ പെട്ടെന്ന് തന്നെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർക്കായി. എന്നാൽ കുത്തിയ കൊണാർക്ക് കണ്ണനെ ചങ്ങലയിൽ തളച്ചെങ്കിലും ആനയെ അനുനയിപ്പിച്ച് ലോറിയിൽ കയറ്റാൻ 1 മണിക്കൂർ എടുത്തു. ഈ ആനയുടെ പുറത്തുണ്ടായിരുന്നവർ സമീപത്തുണ്ടായിരുന്ന ആൽമരത്തിന്റെ കൊമ്പിലേക്ക് ഊർന്നിറങ്ങിയാണ് രക്ഷപ്പെട്ടത്. ആകെ 3 ആനകളാണ് എഴുന്നള്ളിപ്പിന് ഉണ്ടായിരുന്നത്. CCTV ന്യൂസ് ചാവക്കാട്. ഒതലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പഴഞ്ഞി അയിനൂർ കണ്ടിരുത്തി വീട്ടിൽ 37 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയായിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തുനിന്ന് അയിനൂരിലേക്ക് വരികയായിരുന്ന രതീഷ് എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ സൈൻ ബോർഡ് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രതീഷ്. ഹരിത ഭാര്യയും ഹൈറിഷ് മകനുമാണ്. അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഏറ്റെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വയോജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കുന്നംകുളം നഗരസഭയുടെ കിഴൂരിലെ പകൽ വീട് നാടിനെ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ തിരക്ക് പിടിച്ച ജീവിതമാണ്. കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന സ്ഥിതി ആണ് എന്നുള്ളത് പൊതുവിൽ. അത് അനിവാര്യമായും വർദ്ധിച്ചു വരുന്ന ഡിമാൻഡുകൾക്കനുസരിച്ച് കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് 2 പേർക്കും ജോലിക്ക് പോകേണ്ടതായി വരികയാണ്. അപ്പോൾ ഈ വയോജന സംരക്ഷണം എന്നുള്ളത് ആ 1 മണിക്കൂറുകളിൽ വലിയൊരു ചോദ്യചിഹ്നമായി തീരാണ്. അത്തരം സന്ദർഭങ്ങളിൽ വലിയ സഹായമായി തീരാണ് നമ്മുടെ പകൽ വീടുകൾ. ഈ പകൽ വീടിന് സ്ഥലം നൽകിയ നമ്മുടെ മണിച്ചേച്ചിയെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാ ഹൃദയംഗമമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. സമൂഹത്തിൽ നിന്ന് വയോജനങ്ങൾ അവഗണന നേരിടുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. അവരെ സംരക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും കടമയാണ്. കുന്നംകുളം നഗരസഭയുടെ 2ാമത്തെ പകൽ വീട് അത്തരത്തിൽ മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ,
പ്രിയ സജീഷ്, PK ഷബീർ, സ്ഥലം വിട്ടു നൽകിയ ചെറളയത്ത് ശാന്തകുമാരിയമ്മ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കീഴൂരിൽ പകൽ വീട് യാഥാർത്ഥ്യമാക്കിയത്. ചെറളയത്ത് ശാന്തകുമാരിയമ്മ നഗരസഭയ്ക്ക് സൗജന്യമായി നൽകിയ 17 സെന്റ് സ്ഥലത്ത് 1250 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പകൽ വീട് നിർമ്മിക്കുകയായിരുന്നു. വരാന്ത, ഹാൾ, 2 റൂമുകൾ, അടുക്കള, റാമ്പ്, ടോയ്ലറ്റ്, സംരക്ഷണ ഭിത്തി തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജീവിത സാഹചര്യത്താൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ സംരക്ഷണം നൽകുന്നതിനൊപ്പം തന്നെ അവരുടെ സർഗ്ഗശേഷി പ്രോത്സാഹിപ്പിക്കുവാനും മാനസികമായി പിന്തുണ നൽകാനുമാണ് പകൽ വീട് ലക്ഷ്യമിടുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് തിരുവത്രയിൽ വൻ മോഷണം. പൂട്ടിക്ക് കിടന്ന വീട് കുത്തി തുറന്ന് പണവും ലക്ഷങ്ങളുടെ വെള്ളിപ്പാത്രങ്ങളും മറ്റ് സാധനങ്ങളും കവർന്നു. തിരുവത്ര അത്താണി തറയിൽ മണിയുടെ വീട്ടിലാണ് മോഷണം ഉണ്ടായത്. ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മണി കുടുംബമായി ചെന്നൈയിലാണ് താമസം. ഇടയ്ക്കിടെ മാത്രമാണ് ഇവിടെ വരാറുള്ളൂ. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. പോലീസിന് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധനകൾ നടത്തി. തൃശൂർ സിറ്റി ഡോഗ് സ്ക്വാഡ്, വിരള വിദഗ്ധർ തുടങ്ങിയവരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. CCTV ന്യൂസ് ഇമ്പാക്ട്. താഴിട്ട് പൂട്ടിയിരുന്ന കമല സുരയ്യ സ്മാരക സമുച്ചയത്തിലെ മുകളിലെ വരാന്തകൾ സന്ദർശകർക്കായി തുറന്നിട്ടു. ചൊവ്വാഴ്ച വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് നീർമാതളം കാണുവാനും ഇളങ്കാറ്റിൽ ശാന്തമായിരിക്കാനും അവസരം ലഭിച്ചു. സ്മാരകത്തിലെ മുകളിലത്തെ വരാന്തകളാണ് കഴിഞ്ഞ ദിവസം പൂട്ടിയ നിലയിൽ കണ്ടത്. സാധാരണയായി പുതുമഴയുടെ ഗന്ധം മണ്ണിൽ നിന്ന് ഉയരുന്നതിനോടൊപ്പം പൂക്കുന്ന നീർമാതളം കഴിഞ്ഞ 3 മാസത്തോളമായി പൂത്തു നിൽക്കുകയാണ്. ഇവിടെയെത്തുന്ന സന്ദർശകർക്ക് പൂക്കൾ കണ്ട് ആസ്വദിക്കാനും ശാന്തമായി ഇരിക്കുവാനും അവസരം ഒരുക്കുന്നതിനു വേണ്ടിയാണ് മരത്തിന് അഭിമുഖമായി വരാന്തകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പൂട്ടിക്കിടക്കുന്നതിനാൽ സന്ദർശകർക്ക് വരാന്തകളിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സ്മാരകത്തിലെത്തുന്ന കമിതാക്കളുടെ സല്ലാപം സദാചാര ലംഘനമാകുന്നു എന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് വരാന്തകൾ താഴിട്ട് പൂട്ടിയതെന്ന് ഇവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ പറഞ്ഞു. മാത്രവുമല്ല, മരപ്പട്ടികളുടെയും മറ്റും ശല്യവുമുണ്ടെന്ന് പറയുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. ഈ സമയങ്ങളിൽ സന്ദർശകർ നിരാശയോടെയാണ് മടങ്ങിയിരുന്നത്. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത പുറത്തുവിട്ടിരുന്നു. വരാന്തകൾ പൂട്ടിയിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്നും സ്മാരകത്തിന്റെ നടത്തിപ്പിനായി മറ്റു സംവിധാനങ്ങൾ ഒന്നും ഇല്ലെന്നുമാണ് സ്മാരകത്തിന്റെ ഉടമസ്ഥതയുള്ള സാഹിത്യ അക്കാദമി അധികൃതർ പറഞ്ഞത്. എന്നാൽ ചൊവ്വാഴ്ച സ്മാരകത്തിൽ സന്ദർശനത്തിനായി എത്തിയ അൻസാർ കോളേജ് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും വരാന്തയിൽ പ്രവേശിക്കുവാനും ഇരിക്കാനുമുള്ള അവസരം നൽകിയിരുന്നു. സ്മാരക സമുച്ചയത്തിൽ സാഹിത്യത്തെയും കലയെയും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ കൂടുതൽ സൗകര്യമൊരുക്കണമെന്ന് അധ്യാപകരായ ഗ്രീഷ്മ രവീന്ദ്രൻ, സജിത, സൈക്കോളജി വിദ്യാർത്ഥി നൂഹ തുടങ്ങിയവർ CCTVയോട് പറഞ്ഞു. അതേസമയം വായനശാല ഉൾപ്പെടെ സ്മാരകത്തിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കാൻ മാസങ്ങൾക്ക് മുമ്പ് അക്കാദമി അധികൃതരും ജനപ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. പുന്നയൂർക്കുളം തങ്ങൽപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ആനപ്പാപ്പാൻ മരിച്ചു. ഗുരുവായൂർ ആനക്കോട്ടയിലെ പാപ്പാനായ കോഴിക്കോട് സ്വദേശി 53 വയസ്സുള്ള പ്രേമനാണ് മരിച്ചത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ തങ്ങൽപ്പടി പെട്രോൾ പമ്പിന് മുൻവശത്താണ് തിങ്കളാഴ്ച നിയന്ത്രണം വിട്ട മാരുതി 800 കാർ ഡിവൈഡറിലിടിച്ച് അപകടമുണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രേമനടക്കം 5 പേർക്ക് പരിക്കേറ്റിരുന്നു. സഹയാത്രികരായ ജാനു, സംഗീത, അനന്തകൃഷ്ണൻ, അനന്യ എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത്. സാരമായി പരിക്കേറ്റ പ്രേമൻ ചാവക്കാട് രാജാശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടിയാഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. ഒടുവിൽ കരിച്ചാൽ കടവ് പാലം പണി ദ്രുതഗതിയിൽ മുന്നേറുന്നു. 4 വർഷത്തോളം ഇഴഞ്ഞു നീങ്ങിയിരുന്ന കരിച്ചാൽ കടവ് ചെക്ക് ഡാം കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന് പുത്തൻ പ്രതീക്ഷ. ദ്രുതഗതിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കുന്നംകുളം MLA AC മൊയ്തീൻ പറഞ്ഞു. നിലമ്പൂർ ABM ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത്. പൊന്നാനി കോൾ മേഖലയുടെ ജലസ്രോതസ്സായ നൂറടി തോടിനെ ബന്ധപ്പെടുത്തിയുള്ള പാലത്തിന്റെ നിർമ്മാണം വെള്ളം വറ്റുന്ന മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് കാര്യക്ഷമമായി നടത്താൻ സാധിക്കുക. ഈ സമയം പൂർണ്ണമായി ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൂണുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ സ്ലാബുകളുടെ ഉറപ്പിക്കൽ, അപ്രോച്ച് റോഡ് നിർമ്മാണം, പാലത്തിന്റെ വശങ്ങളുടെ സംരക്ഷണം തുടങ്ങിയവയാണ് തുടർന്നു വരുന്ന നിർമ്മാണ പ്രവർത്തികൾ. പുതിയ കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതോടെ ഏറെക്കാലമായി നാട്ടുകാർ കാത്തിരിക്കുന്ന പദ്ധതി ഈ സീസണിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാലം നിർമ്മാണം പൂർത്തീകരിച്ചാൽ കാട്ടകാമ്പാൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായി കരിച്ചാൽ കടവ് പാലം മാറും. 2004 ആദ്യം ആരംഭിച്ച് പണി പാതി വഴിയിൽ നിലച്ചിരുന്നു. പിന്നീട് 2018
പാലം കം ചെക്ക് ഡാം പണി ആരംഭിച്ചത്. CCTV ന്യൂസ് പെരുമ്പലാവ്. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ തൃശൂർ MP TN പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്രയ്ക്ക് തുടക്കമായി. തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായാണ് കാൽനട ജാഥ നടത്തുക. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായി. MP TN പ്രതാപന് രമേശ് ചെന്നിത്തല പതാക കൈമാറി. ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി ചാര്യങ്കണ്ടത്ത്, PT അജയ്മോഹൻ, O പ്രസാദ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, KPCC സെക്രട്ടറി ഡാനിയൽ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബിൽ NMK തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയതലത്തിൽ ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ നടക്കുന്ന ജുജുത്സു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മണലൂർ നിയോജക മണ്ഡലത്തിലെ വെങ്കിടങ്ങിലുള്ള മാളവിക, അതുൽ കൃഷ്ണ, രോഹിണി എന്നിവർക്കുള്ള യാത്രാ ചെലവിലേക്കുള്ള സാമ്പത്തിക സഹായം ചടങ്ങിൽ നൽകി. വിത്ത് TN എന്ന പരിപാടിയുടെ ഭാഗമായി വെങ്കടങ്ങിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലഭിച്ച അപേക്ഷ പരിഗണിച്ചാണ് സാമ്പത്തിക സഹായം നൽകിയത്. മുഹമ്മദ് അലി ചടങ്ങിന് സ്വാഗതവും ബ്ലോക്ക് പ്രസിഡന്റ് VK ഫസൽ അലി നന്ദിയും പറഞ്ഞു. മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിട്ടുള്ള ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ വിശ്വാസങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ മതമുണ്ട്, നമ്മുടേതായ ദൈവവിശ്വാസമുണ്ട്, നമ്മുടേതായ സമുദായ വിശ്വാസമുണ്ട്, നമ്മുടേതായ വിശ്വാസമുണ്ട്. ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാടുകടത്താൻ വേണ്ടി ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോഴും ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകൈയിൽ ഖുറാനും ബൈബിളും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിക്കുന്ന ആ മഹാത്മാവിന്റെ ത്യാഗോചരമായ രാഷ്ട്രീയം ഇന്ത്യ കണ്ടത്. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതത് ഡിവിഷനുകളിലെ MP-മാരെ അറിയിക്കുന്നതാണ് ജനാധിപത്യ കീഴ്വഴക്കമെന്നും അത് എല്ലാവരും പാലിക്കുന്നത് നല്ലതാണെന്നും TN പ്രതാപൻ MP. NK അക്ബർ MLA പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു MP. തൃശൂർ ജില്ലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ അത് അവലോകനം ചെയ്ത് അതിന്റെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നതിന്റെ ചെയർമാൻ MP-ആണ്. കളക്ടറാണ് അതിന്റെ സെക്രട്ടറി. ഇത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് അറിയാവുന്ന കാര്യമാണെന്നും പ്രതാപൻ പറഞ്ഞു. താൻ പരാതി പറഞ്ഞതല്ല. ഇതൊന്നും പാലിക്കാതെ MP പരിപാടിയിൽ പങ്കെടുത്തില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും അറിയിക്കാതെ നോട്ടീസിൽ പേരുവെക്കുകയും പ്രോട്ടോകോൾ ലംഘിക്കുകയും ചെയ്തത് നടത്തുന്ന പരിപാടിക്ക് താൻ പങ്കെടുക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പക്ഷപാതവും തനിക്കില്ല. ചൊവ്വാഴ്ച അർബൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്ര ഉദ്ഘാടനവും തന്നെ അറിയിച്ചിട്ടില്ല എന്നും MP പറഞ്ഞു. നനീബിനും അറിയാം. നനീബൊക്കെ ഇതിനും പ്രഥമ എത്രയോ തവണ കലക്ടറിൽ എൻ്റെ കൂടെ വന്ന് ഓൺലൈനിൽ എൻ്റെ കൂടെ മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പരാതി പറഞ്ഞതല്ല കേട്ടോ. അറിയണതൊക്കെ നല്ലത്, അറിയിക്കുന്നത് നല്ലതാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയൊക്കെ ഒരു നല്ല കീഴ്വഴക്കം ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ ചിലത് അറിയിക്കാണ്ട് നോട്ടീസിൽ പേര് വെച്ചിട്ട് പിന്നെ പ്രോട്ടോകോൾ ലംഘിച്ച് വെക്കും. ചിലപ്പോൾ നോട്ടീസിൽ പേര് വെക്കും, പേര് വെച്ചിട്ട് അറിയിക്കാണ്ടിരിക്കും. ഞാൻ ഇതൊന്നും പരാതിയായിട്ട് പറഞ്ഞതല്ല, ഞാൻ സന്ദർഭോചിതമായി സൂചിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ എല്ലാവരോടും സ്നേഹവും സൗഹൃദം കാണിക്കുകയാണ്. MP എന്നതിൽ ഒരിക്കലും ഞാൻ രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുക. അവർ നല്ല കാര്യം, ന്യായമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു കൊടുക്കും. നാളെയും ചെയ്തു കൊടുക്കും, മറ്റന്നാളും ചെയ്തു കൊടുക്കും. ദൈവാനുഗ്രഹം കണ്ടെങ്കിൽ ഇനി ഈ 2024 മെയ് കഴിഞ്ഞാലും ഞാൻ ഇനിയും ഉന്നയിർക്കുളം പഞ്ചായത്തിന് കേന്ദ്ര പദ്ധതിയും MP പദ്ധതിയും ജൂണിന് ശേഷവും ഞാൻ തരും, ഉറപ്പായി. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കാഞ്ഞിരശ്ശേരി പറമ്പിൽ പീടിക വീട്ടിൽ മൊയ്നുദ്ദീൻ, എരുമപ്പെട്ടി സ്വദേശികളായ തെക്കൂട്ട് വിളക്കത്തല വീട്ടിൽ ആദിത്യൻ, കോങ്ങനാത്ത് വീട്ടിൽ അനുരാഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മൂവരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ബൈപ്പാസിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ റോഡ് 3 മാസം അടച്ചിടും. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് പുനർനിർമ്മിക്കുന്നതിനായി 3 മാസത്തോളം അടച്ചിടും. കേച്ചേരി മുതൽ കൂമ്പുഴ പാലം വരെയുള്ള ഭാഗത്താണ് ആദ്യഘട്ട നിർമ്മാണം നടക്കുന്നത്. റോഡ് പൂർണ്ണമായും പൊളിച്ചു പണിയുന്നതിനാൽ പ്രദേശത്ത് ഇന്നു മുതൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. 9.683 കിലോമീറ്റർ ദൂരമുള്ള റോഡ് വികസനത്തിന് 48.59 കോടി രൂപയാണ് ചിലവ്. 32.66 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പിന്നീട് ഉയർത്തി 12 മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കുന്ന റോഡ് നവീകരണം 2025 ജൂലൈയിൽ പൂർത്തീകരിക്കുന്നതിനാണ് കരാർ. 2.5 കിലോമീറ്റർ ഈ മാസം തന്നെ ടാർ വിരിക്കാൻ കഴിയുന്ന വിധമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഗോവ ആസ്ഥാനമായ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ബൈപ്പാസ് വഴിയുള്ള യാത്ര ഒഴിവാക്കി കുന്നംകുളം വഴി വാഹനങ്ങൾ പോകണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CCTV ന്യൂസ്, കേച്ചേരി. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കിഫ്ബി പദ്ധതി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ അവലോകന യോഗം ചേർന്നു.
കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചൂണ്ടൽ, കടങ്ങോട്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കുന്നംകുളം CI, എരുമപ്പെട്ടി SI, ഗുരുവായൂർ SRTM, BSNL പ്രതിനിധികൾ, ബാബ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജർ എന്നിവർ പങ്കെടുത്തു. തിങ്കളാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ റോഡിൽ കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്നും പട്ടാമ്പി, കുറ്റിപ്പുറം, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പട്ടാമ്പി, കുറ്റിപ്പുറം, കോഴിക്കോട് നിന്നും തൃശൂർ, എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളും കുന്നംകുളം ജംഗ്ഷനിലൂടെ പോകണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ നിർവഹണ ചുമതലയുള്ള KRFB ഉദ്യോഗസ്ഥരോടും പോലീസ് അധികൃതരോടും പദ്ധതി നിർവഹിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയോടും MLA നിർദ്ദേശിച്ചു. CCTV ന്യൂസ്, വേലൂർ. 2022-2023 സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിന് തൃശൂർ ജില്ലയിലെ 2ാമത് പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട കാട്ടകാമ്പാൽ പഞ്ചായത്തിനുള്ള മഹാത്മാ അവാർഡ് സമ്മാനിച്ചു. കൊട്ടാരക്കരയിൽ നടന്ന ചടങ്ങിൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മിന്റു റെനി, ബിന്ദു മനോഹരൻ, ഷീജ സുഗതൻ, മെമ്പർ സിന്ധു KA, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത്, മുൻ സെക്രട്ടറി സിന്ധു, മുൻ JS ഡോക്ടർ സാജൻ C ജേക്കബ് എന്നിവർ സംബന്ധിച്ചു. കടവലൂർ മണ്ഡപത്തിങ്കൽ ശ്രീ മുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. താലപ്പൊലി ദിവസം ക്ഷേത്രം പൂജാരി പാറമേൽ മനക്കൽ കാണിക്ക സമർപ്പിച്ച ശേഷം നട തുറന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി കൈപ്പറമ്പ് രവി ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകൾ. 7 മണി മുതൽ ക്ഷേത്രത്തിൽ മഞ്ഞൾ പറ നിറയ്ക്കൽ, 11 മണിക്ക് നടക്കൽ മേളം, 12-ന് പാൽക്കുടം നിറയ്ക്കലും തിടമ്പ് നിറയ്ക്കലും, 2 മണിക്ക് മനക്കൽ നിന്ന് എഴുന്നള്ളിപ്പും മഞ്ഞൾ നീരാട്ടുമുണ്ടായി. വൈകിട്ട് 4:30 മുതൽ വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വിവിധ കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, കരിങ്കാളി, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങളുടെ വരവും ഉണ്ടായി. സന്ധ്യയ്ക്ക് ദീപാരാധന, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം താലം പുറപ്പാടോടെ പകൽപൂരം സമാപിച്ചു. ആഘോഷങ്ങൾക്ക് വിവിധ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവം തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ ആനയോട്ടവും കൊടിയേറ്റവും നാളെ. ഇനിയുള്ള 10 ദിവസം ഗുരുഭവനപുരി ഭക്തിയിലാറാടും. കുംഭത്തിലെ പൂയം നാളിൽ സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയർന്നാൽ ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ആഘോഷത്തിന്റെ നാളുകളാണ്. രാത്രിയും പകലും ഒരുപോലെ ക്ഷേത്ര പരിസരം ജനനിബിഡമാകും. നാളെ രാവിലെ ആനയില്ല ശിവേലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുക. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. വിദേശികളടക്കം ആയിരങ്ങളാണ് ആനയോട്ടം വീക്ഷിക്കാനെത്തുക. തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കുന്നതാണ് ആനയില്ലാ ശിവേലിയും ആനയോട്ടവും. ദിവസവും ആനപ്പുറത്തേറി എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെയാണ് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കുക. കീഴ്ശാന്തി നമ്പൂതിരി തിടമ്പ് കൈകളിലേന്തി 3 പ്രദക്ഷിണം പൂർത്തിയാക്കും. ആനയില്ലാത്തതിന്റെ മനോവിഷമത്തിൽ ഭക്തർ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുവെന്നും ഈ സമയം തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് അണിയിച്ചൊരുക്കി നിർത്തിയിരുന്ന ആനകൾ കുടമണികൾ കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തി എന്നതിന്റെ ഐതിഹ്യപ്പെരുമയിലാണ് ആനയോട്ടം നടക്കുന്നത്. ആനയോട്ടത്തിനു ശേഷം രാത്രി തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റും നിർവഹിക്കും. ദീപാരാധന കഴിഞ്ഞ് ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം. 8-ാം വിളക്ക് ദിവസമായ 28-ന് ഉത്സവബലിയും 29-ന് പള്ളിവേട്ടയും നടക്കും. മാർച്ച് 1-ന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ദിവസവും 2 നേരം പ്രസാദകൂട്ടും ഉത്സവ പകർച്ചയും ഉണ്ടാകും. 10 ദിവസങ്ങളിലായി ലക്ഷങ്ങൾ ആഘോഷ പരിപാടിയിൽ പങ്കാളികളാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ഗോപികണ്ണൻ, രവികൃഷ്ണൻ, ദേവദാസ് എന്നീ കൊമ്പന്മാരാണ് ഇത്തവണ ഓടുക. രാവിലെ സഹസ്രകലശത്തിന് ശേഷം കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെയാണ് ആനകളെ തെരഞ്ഞെടുത്തത്. കൊമ്പൻ, ചെന്താമരാക്ഷൻ, പിടിയാന, ദേവി എന്നീ ആനകൾ കരുതലായും ഉണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നറുക്കെടുത്തു. ഭരണസമിതി അംഗങ്ങളായ C മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ P മനോജ് കുമാർ, KS മായാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. ആനയോട്ടത്തിലെ താരമാണ് ഗോപികണ്ണൻ. 8 തവണയും രവികണ്ണൻ 2 തവണയും ജേതാക്കളായിട്ടുണ്ട്. 10 ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുക. മുൻനിരയിൽ അണിനിരക്കാനുള്ള 3 ആനകളിൽ ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം. ഗുരുവായൂർ ആനയോട്ടം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു.
വാദ്യത്തിന്റെ അകമ്പടിയോടെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് 1000 കലശങ്ങൾ ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. സഹസ്ര കലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തിയുടെ അഭാവത്തിൽ ഓടിക്കാൻ മുന്നൂലം ഭവേഷ് നമ്പൂതിരി കുംഭേശ കലശവും, ശാന്തിയേത്തിക്ക് ഈശാന്തിമാരായ മേലേടം പത്മനാഭൻ നമ്പൂതിരി കർക്കരി കലശവും, മുന്നൂലം ഹരിനമ്പൂതിരി നിരാഞ്ജനവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തന്ത്രി ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ഈ സമയം ക്ഷേത്രത്തിനകത്ത് തിങ്ങിനിറഞ്ഞിരുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് നാരായണനാമം ഉയർന്നു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസം നീണ്ടുനിന്ന സഹസ്രകലശ ചടങ്ങുകൾക്ക് സമാപനമായി. ചൈതന്യവർദ്ധനവിനും ക്ഷേത്രാഭിവൃദ്ധിക്കുമായാണ് ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസം നീണ്ടുനിൽക്കുന്ന കലശ ചടങ്ങുകൾ നടത്തുന്നത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ഉത്സവമായി എന്ന ഗാനം പുറത്തിറങ്ങി. സംവിധായകൻ വിജീഷ് മണിയുടെ ഈണത്തിൽ മാധ്യമപ്രവർത്തകൻ മുകേഷ് ലാൽ രചിച്ച ഗാനം അനൂപ് ശങ്കറാണ് ആലപിച്ചത്. രുക്മണി റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ, സെൻസർ ബോർഡ് അംഗം രാജൻ തറയിൽ, വി പി ഉണ്ണികൃഷ്ണൻ, ആർ അനിൽലാൽ ഷാർജ, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 10 ദിവസങ്ങളായി നടക്കുന്ന പുഷ്പോത്സവത്തിനും നിശാഗന്ധി സർഗോത്സവത്തിനും ബുധനാഴ്ച തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മൈതാനിയിൽ വൈകിട്ട് 6-ന് NK അക്ബർ MLA പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിശാഗന്ധി സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ മുഖ്യാതിഥികളാകും. 10 ദിവസങ്ങളിലായി പുഷ്പഫല സസ്യ പ്രദർശനം, ലഘുഭക്ഷണശാലകൾ, ഗസൽ നൈറ്റ്, നാടകം, നാടൻ പാട്ടുകൾ, കോമഡി ഷോ, ഡാൻസ് ഫെസ്റ്റ്, മ്യൂസിക് ബാൻഡ് എന്നിവയുണ്ടാകും. 23 മുതൽ മാർച്ച് 1 വരെ നഗരസഭാ ടൗൺ ഹാളിൽ ഇഞ്ചിയും പുളിയും എന്ന പേരിൽ കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയും ഉണ്ടാകും. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, AM ഷെഫീർ, A സായിനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഉത്സവം 11ാമത് പുസ്തകോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭ വായനശാല വളപ്പിൽ വൈകിട്ട് 6 മണിക്ക് മയ്യഴിപ്പുഴയുടെ കഥാകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. EMS സ്ക്വയറിൽ ദിവസവും പ്രഭാഷണങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ പ്രശസ്തരായ പ്രഭാഷകർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. മാർച്ച് 2-ന് സമാപന സമ്മേളനം മലയാളം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ കവിതാലാപനം, കവിതാരചന, ചിത്രരചന, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ M കൃഷ്ണദാസ്, കൺവീനർ MC സുനിൽകുമാർ, RV ഷെരീഫ്, TT ശിവദാസൻ, ശ്യാംകുമാർ പെരുമ്പിലാവ്, KC സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ. മേളങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കുരഞ്ഞൂർ രതീഷ് ഗോവിന്ദനെ മുണ്ടത്തിക്കോട് പാതിരാക്കൂട്ടുകാവ് ക്ഷേത്ര ഉപദേശക സമിതി ആദരിച്ചു. ചടങ്ങിൽ സഹസ്രാഷ്ടമേള കുലപതി പുരസ്കാരം സെക്രട്ടറി രാജു മാരത്ത് സമ്മാനിച്ചു. പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ പൊന്നാട അണിയിച്ചു. K ചന്ദ്രദാസ്, M ഗംഗാധരൻ, കോമരം വാസുദേവൻ, ജയൻ മാരാത്ത്, R കൃഷ്ണൻ, തച്ചങ്കോട്ട് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സഹസ്രാഷ്ടമേളം നടന്നു. ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും. ഫെബ്രുവരി 21 ബുധനാഴ്ച മുതൽ 26 തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ആചാര്യവരണവും തുടർന്ന് മഹാഗുരുപൂജ, ദീപാരാധന, വാസ്തുബലി, പ്രസാദശുദ്ധി, അങ്കുരാർപ്പണം, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. 2-ാം ദിവസം രാവിലെ 5-ന് നിർമ്മാല്യ ദർശനവും വിശേഷാൽ പൂജകളും നടക്കും. വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഏങ്ങണ്ടിയൂർ ബൈജു രാജ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും. വൈകിട്ട് 7-ന് മഹാതിരുവാതിരയും നാടകവും അരങ്ങേറും. 3-ാം ദിനത്തിൽ ക്ഷേത്രത്തിലെ പൂരാഘോഷം നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി പൂരം എഴുന്നള്ളിപ്പിന് തുടക്കമാകും. 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പും രാത്രി 8-ന് നാടൻ കലാരൂപങ്ങളുടെ വരവും കാവടിയാട്ടവും നടക്കും. 5-ാം ദിനമായ ഞായറാഴ്ച വൈകിട്ട് പള്ളിവേട്ടയുടെ ഭാഗമായുള്ള ഗ്രാമബലിയുണ്ടാകും. ആറാട്ട് ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ കർമ്മങ്ങൾ നടക്കും. വൈകിട്ട് 6:30-ന് ദീപാരാധന, യാത്രാഹോമം, ആറാട്ടുബലി, യാത്രാബലി, ക്ഷേത്ര സന്നിധിയിൽ ആറാട്ട്, തിരിച്ചെഴുന്നള്ളിപ്പ്.
കലശാഭിഷേകം, മംഗളപൂജ തുടങ്ങിയ കർമ്മങ്ങൾക്കു ശേഷം കൊടിയിറക്കത്തോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. രൂക്ഷമായ വിലക്കയറ്റത്തിനും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ അവശ്യ സാധനങ്ങൾ വിൽപ്പനയ്ക്കില്ലാത്തതിലും പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലിച്ചട്ടിയുമായി സമരം സംഘടിപ്പിച്ചു. മറ്റത്തുള്ള സപ്ലൈകോ മാവേലി സ്റ്റോറിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷയായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ സുനിത രാജു, സിന്ധു രവീന്ദ്രൻ, റംല മജീദ്, ലതാ പ്രേമൻ, ധന്യ സിബിൽ, അമലിനി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് മാരകായുധങ്ങളുമായി എത്തിയ സംഘം യുവാക്കളെ ആക്രമിച്ചു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് കല്ലൂർ സ്വദേശികളായ മഴപ്പാട്ടുപറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള കിഷോർ, അഴിയത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഫാസ്, കണ്ടംപുള്ളി വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. വടക്കേക്കാട് നിന്ന് 4-ാം കല്ലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടെ മണികണ്ഠേശ്വരത്തെ ഇടറോഡിൽ നിന്നും യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനെ പിന്തുടർന്നെത്തിയ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കാറിലും ബൈക്കിലുമായി എത്തിയ 15ഓളം വരുന്ന സംഘമാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. വടിവാൾ, ഇടിക്കട്ട തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വടിവാൾ കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. വാളിന്റെ പിടി ഉപയോഗിച്ച് തലയ്ക്കടിച്ചതായും ഇടിക്കട്ട കൊണ്ട് നെഞ്ചിലേക്ക് ഇടിച്ചതായും പറയുന്നു. യുവാക്കളെ ആക്രമിച്ച സംഘം സമീപത്തെ തോട്ടിലും ഒഴിഞ്ഞ പറമ്പിലും ഇവരെ ഉപേക്ഷിച്ചതിനു ശേഷം കടന്നുകളഞ്ഞു. പരിക്കേറ്റവരെ ജോൺസൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ തുടക്കമാകും. കളമ്പാട്ടിനെ കൂറയിടുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് ആരംഭം കുറിക്കുക. മാർച്ച് 16-നാണ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കൂറയിടൽ ചടങ്ങ് നടക്കും. ക്ഷേത്രത്തിൽ ഉത്സവം കഴിയുന്നതുവരെ നിറമാലയും ചുറ്റുവിളക്കും ഉണ്ടാകും. ഭക്തരുടെ വഴിപാടായിട്ടാണ് കളമ്പാട്ട്, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടക്കുന്നത്. വഴിപാട് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. പ്രശസ്ത കളമ്പാട്ടിലെ കലാകാരൻ കല്ലാട്ട് മണികണ്ഠ കുറുപ്പിന്റെ നേതൃത്വത്തിലാണ് കളമ്പാട്ട് ചടങ്ങുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പും തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും ചൂണ്ടൽ പഞ്ചായത്തും സംയുക്തമായി ലോൺ ലൈസൻസ് സബ്സിഡി മേളയും എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വിവിധ സർക്കാർ സ്കീമുകളിൽ സാമ്പത്തിക സഹായം ലഭിച്ചവർക്കുള്ള അനുമതി പത്ര വിതരണവും പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചവരെ ആദരിക്കലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉപകാരപ്രദമായ കെ-സ്വിഫ്റ്റ് രജിസ്ട്രേഷനും ഉദ്യം രജിസ്ട്രേഷനും ചെയ്യുവാനുള്ള ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും സംരംഭകർക്കായി ഒരുക്കിയിരുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അവർക്കാവശ്യമായ ലൈസൻസ് ലോൺ ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വ്യവസായ സൗഹൃദ പഞ്ചായത്താക്കി ചൂണ്ടലിനെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോൺ മേളയുടെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ദീപു ജെ, ചൂണ്ടൽ പഞ്ചായത്ത് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ CR ആതിര എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. എരുവപ്പെട്ടി പഞ്ചായത്ത് സന്തതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,80,000 രൂപ ചെലവഴിച്ചാണ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഉപകരണങ്ങൾ നൽകിയത്. മോട്ടോറൈസ്ഡ് വീൽചെയർ, കമോഡ് വീൽചെയറുകൾ, അക്കോമഡേറ്റീവ് ഫുട്വെയറുകൾ, ആർട്ടിഫിഷ്യൽ ലെങ്സ്, ഭിന്നശേഷി കുട്ടികൾക്ക് TLM കിറ്റുകൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. 2022-2023, 2024 വാർഷിക പദ്ധതികളിലായി ഇതുവരെ 97 ഉപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, KK ബബിത എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് ആഘോഷം ഭക്തിനിർഭരമായി. ഏകാദശി വിളക്ക് ദിവസം രാവിലെ 5 മണിക്ക് നടതുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം നടന്നു. തുടർന്ന് ഗണപതി ഹോമം, അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, തന്ത്രിപൂജ, ഉച്ചപൂജ എന്നീ കർമ്മങ്ങളും ഉണ്ടായിരുന്നു. വൈകിട്ട് 6:15 ദീപാരാധനയും തുടർന്ന് ദീപക്കാഴ്ചയും ഏകാദശി വിളക്കും നടന്നു. 7:30 അത്താഴ പൂജയ്ക്ക് ശേഷം പ്രാദേശിക ഉത്സവ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ നടക്കൽ പഞ്ചാരി മേളം അരങ്ങേറി. കരിങ്കാളിപ്പട,
നാദസ്വരം, ശിങ്കാരിമേളം, ശിങ്കാരിക്കാവടി, വർണ്ണക്കാവടി എന്നിവയും ഏകാദശി വിളക്കിന്റെ ഭാഗമായി നടന്നു. ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഗുരുവായൂർ GOP സ്കൂൾ വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ A സായിനാഥൻ, AM ഷഫീർ, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KR രവീന്ദ്രൻ, അധ്യാപകരായ TM ബിന്ദു, PT സന്ധ്യ, VS സീമ, PTA പ്രസിഡന്റ് C രഘു, OSA പ്രതിനിധി PR പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക TK സാജിദയ്ക്ക് യാത്രയയപ്പ് നൽകി. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുന്നതിലും പരാജയപ്പെട്ട പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി പഴഞ്ഞി സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് കാടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചു. കുന്നുകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ NK അബ്ദുൽ മജീദ്, സാംസൺ പുലിക്കോട്ടിൽ, ബിജു C ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. റസാഖ് പെരുന്തുരുത്തി, ഹനീഫ കോട്ടോൾ, ജെയ്സൺ ചീരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ് വർദ്ധിപ്പിച്ചതിലൂടെ അധികമായി ലഭിച്ച വരുമാനം ആവിയായി പോയോ മിസ്റ്റർ പിണറായി എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. 6ാമത് VT ഗോപാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം പുന്നൂർ സ്വദേശി PK മുരളീകൃഷ്ണനെ 2023-2024 മുംബൈ സാഹിത്യവേദിയിൽ അവതരിപ്പിച്ച സൃഷ്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച സൃഷ്ടിക്കാണ് ഈ അംഗീകാരം. സാഹിത്യവേദിയുടെ സ്ഥാപകാംഗം, നിരൂപകൻ, കോളമിസ്റ്റ്, ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ പാലക്കാട് വടക്കന്തറ സ്വദേശി VT ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നൽകി വരുന്നതാണ് പുരസ്കാരം. 7000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. VT സ്മാരക ട്രസ്റ്റിനു വേണ്ടി VT വാസുദേവനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്ട്, ആലങ്കോട് ലീലാകൃഷ്ണൻ, VT ട്രസ്റ്റ് കൺവീനർ പ്രൊഫസർ PA വാസുദേവൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചത്. PK മുരളീകൃഷ്ണന്റെ അടയാളപ്പച്ച എന്ന പ്രഥമ കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത്. കവിയും ഗാനരചയിതാവും നാടകപ്രവർത്തകനുമായ PK മുരളീകൃഷ്ണൻ പുന്നയൂർ സ്വദേശിയാണ്. വന്നേരി ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന പരേതനായ PK പ്രഭാകരപ്പണിക്കരുടെയും ചന്ദ്രമതിയുടെയും മകനായ മുരളീകൃഷ്ണൻ മുംബൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജനറൽ മാനേജരായി ജോലി ചെയ്യുകയാണ്. മാർച്ച് 3 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മുംബൈ മാട്ടുങ്ക കേരള ഭവനത്തിൽ വെച്ച് നടക്കുന്ന സാഹിത്യവേദി ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്ട് PK മുരളീകൃഷ്ണന് ശില്പവും കേശവാർഡും സമ്മാനിക്കും. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. പഴഞ്ഞി അയ്യന്നൂർ അയ്യമ്പലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉപദേവന്മാർക്ക് പ്രത്യേക പൂജകൾ എന്നിവ ഉണ്ടായി. ഉച്ചയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും ആരംഭിച്ചു. വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം നാടൻ കലാരൂപങ്ങളും പരമ്പരാഗത വേലകളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ KR, കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, ജയപ്രകാശ് KJ, മോഹനൻ KV, അർജുനൻ KN തുടങ്ങിയവർ നേതൃത്വം നൽകി. തെറ്റായ വിവരങ്ങൾ നൽകി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർ MC ഐജു എന്നിവരാണ് പഞ്ചായത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉപഭോക്താക്കളായ ആളുകളുടെ ഔതന്റിഫിക്കേഷൻ നടത്താത്ത ആളുകളോടാണ് സർക്കാർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവന്ന് പഞ്ചായത്തിൽ ലിങ്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കാലത്ത് ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച ഒരുപാട് വൃദ്ധരായ വയോജനങ്ങൾ വന്ന് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി അവസാനിപ്പിക്കണമെന്നാണ് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാർ കാർഡ് മാത്രം അപ്ഡേറ്റ് ചെയ്യണമെന്നിരിക്കെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആധാർ കാർഡ് പഞ്ചായത്തിലെത്തിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ തെറ്റായ വിവരം നൽകിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് രാവിലെ മുതൽ ഉച്ചവരെ നീണ്ട വരിയിൽ നിന്നാണ് ഗുണഭോക്താക്കൾ ആധാർ കാർഡ് നൽകുന്നത്. ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്ത് അവരോട് മാത്രം ആധാർ കാർഡ് കോപ്പി എത്തിക്കാൻ ആവശ്യപ്പെടണമെന്നും
അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പിന്മാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എല്ലാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെയും ആധാർ കാർഡ് പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കണമെന്നാണ് സെക്രട്ടറിയും പ്രസിഡന്റും സംയുക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഓതൻറ്റിഫിക്കേഷൻ ചെയ്യാത്ത ആൾക്കാരുടെ മാത്രം ആധാർ കാർഡാണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് നട്ടം തിരിക്കുന്ന ഈ ഭരണസമിതി, അതായത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവരെക്കെതിരെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി വളരെയധികം പ്രതിഷേധിക്കുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വാട്ടർ ബെല്ല് സംവിധാനം ഒരുക്കി. പ്രധാനാധ്യാപകൻ ജിയോ ജോർജ് വാട്ടർ ബെല്ലടിച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 10:30-ക്കും ഉച്ചയ്ക്ക് 2:30-ക്കുമാണ് വാട്ടർ ബെല്ല് മുഴങ്ങുക. ആദ്യ മണി മുഴങ്ങുമ്പോൾ വെള്ളം നിറച്ച കുപ്പിയെടുത്ത് കുട്ടികൾ തയ്യാറായി നിൽക്കും. അടുത്ത ബെല്ലിന് എല്ലാവരും ഒരേ സമയം വെള്ളം കുടിക്കും. കുട്ടികൾ കൊണ്ടുവരുന്ന വാട്ടർ ബാഗും ബോട്ടിലും ആവശ്യാനുസരണം നിറയ്ക്കാനുള്ള സൗകര്യവും വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു നേരം നാരങ്ങ വെള്ളവും മോരുവെള്ളവും ക്രമീകരിക്കും ാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകർ. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ AACC വിൻസി ജോസ്, ഫ്ലെമി സി പ്രസാദ്, ജോളി ജോസ് എന്നിവർ നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചാണ് വിദ്യാലയത്തിൽ വാട്ടർ ബെല്ല് മുഴക്കുന്നത്. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് B.Ed ട്രെയിനിംഗ് കോളേജിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാറ്റം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. B.Ed കോഴ്സുകൾ നവീകരിച്ച സംയോജിത അധ്യാപക പരിശീലന പദ്ധതി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ മാറ്റുന്ന സാഹചര്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ S. മണി ഉദ്ഘാടനം ചെയ്തു. മാനേജർ അഡ്വക്കേറ്റ് ചാക്കോ ജോർജ് പനക്കൽ അധ്യക്ഷത വഹിച്ചു. NCTE ജനറൽ കൗൺസിൽ അംഗം ജോബി ബാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ ലിംസി ജോൺ, ഡോക്ടർ PI വർഗീസ്, ഡോക്ടർ VC ബിനോജ്, ദീപ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ S. മണി, ഫാദർ ചാക്കോ ചിറമൽ, ഡോക്ടർ മേരി ആൻഡ് പോൾ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇന്നത്തെ സെമിനാർ വൈകിട്ട് സമാപിച്ചു. ദന്തരോഗ ചികിത്സാ രീതിയായ ഓറൽ ഇംപ്ലാന്റോളജിയിൽ പോർക്കുളം സ്വദേശി ഡോക്ടർ ഹഫീസ് ഹുസൈന് ഫെലോഷിപ്പ്. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ തമീമി അക്കാദമിക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ ബോർഡ് ഓഫ് ഓറൽ ഇംപ്ലാന്റേഷൻ ഫെലോഷിപ്പിന് ഇന്ത്യയിൽ നിന്നും 35 പേർ മാത്രമാണ് ഇതുവരെ അർഹത നേടിയത്. പോർക്കുളം വലിയകത്ത് ഹുസൈൻ ജാസ്മിന ദമ്പതികളുടെ മകനാണ് ഡോക്ടർ ഹഫീസ് ഹുസൈൻ. മരത്തങ്കോട് ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ്, മാതൃഭൂമി സീഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ ക്ഷേമം എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ വെൽഫെയർ കമ്മിറ്റി മെമ്പർ ദേവുട്ടി ഷാജി, തൃശൂർ സബ് കളക്ടറിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിനി എന്നിവർ ചേർന്ന് ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ C. ശേബ ജോർജ് സ്വാഗതവും 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നന്ദന നന്ദിയും പറഞ്ഞു. സീഡ് കോർഡിനേറ്റർമാരായ CR രാധിക, TS സുരേഖ എന്നിവർ നേതൃത്വം നൽകി. വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. കടവലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സൗജന്യ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ സ്കൂൾ അങ്കണത്തിലാണ് ചിത്രരചനാ മത്സരം. 4 മുതൽ 7 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 62 38 31 31 92 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. UAE കുന്നംകുളം പ്രവാസികളുടെ കൂട്ടായ്മയായ സമത കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ദുബായ് സബീൽ പാർക്കിൽ നടന്ന സംഗമത്തിൽ കുന്നംകുളം നഗരസഭാ പ്രദേശത്ത് നിന്ന് 500ഓളം പേർ പങ്കെടുത്തു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പോലീസിൽ സബ് ഇൻസ്പെക്ടറായി നിയമിതനായ മരത്തങ്കോട് ചിറ്റിലങ്ങാട് സ്വദേശി KS നിതിനെ CPM ചിറ്റിലങ്ങാട് നോർത്ത് സൗത്ത് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി S. മജീദ്, വാർഡ് മെമ്പർ MK ശശീധരൻ, KP സക്കീർ ഹുസൈൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർ PA ഉണ്ണികൃഷ്ണൻ, MA അഭിലാഷ്, S. മുസ്തഫ, MV വിഗിൽ, DYFI ചിറ്റിലങ്ങാട് യൂണിറ്റ് സെക്രട്ടറി അഖിൽ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5715 രൂപ, സ്വർണം പവന് 45,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചർമ്മം കുന്നംകുളം ചിറളയം പരേതനായ വെളുത്തെടുത്ത ഗോപാലൻ നായർ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ജയശ്രീ മോഹൻ, ശ്രീകൃഷ്ണകുമാർ എന്നിവർ മക്കളാണ്. അഞ്ഞൂർ പരേതനായ നീലങ്കാവിൽ പറഞ്ചുകുട്ടി ഭാര്യ താണ്ടു നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ബേബി, ജോൺസൺ എന്നിവർ മക്കളാണ്.
മറ്റന്നമ്പഴിക്കാട് പുളിപ്പറമ്പിൽ അർജു എന്ന രമേഷ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. രജനിയാണ് ഭാര്യ. അരുൺ, ആര്യ എന്നിവർ മക്കളാണ്. സംസ്കാരം എളവള്ളി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. മറ്റം കാക്കശ്ശേരി പരേതനായ ജേക്കബ് മകൻ ജോസ് നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റീത്ത ഭാര്യയും ജിക്സൺ, ജിനോ എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് മുത്തപ്പൻ ബസാറിൽ താമസിക്കുന്ന പരേതനായ പൊന്നരാശ്ശേരി ശങ്കരൻ മകൻ വിശ്വംഭരൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 വീട്ടുവളപ്പിൽ നടക്കും. ജാനകിയാണ് ഭാര്യ. പരേതനായ ഡോക്ടർ അരുൺ, ബിജോയ്, ബിന്ദു എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് ബ്ലാങ്ങാട് വൈലി ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞോടി. ആനപ്പുറത്തുണ്ടായിരുന്നവർ അടക്കം 4 പേർക്ക് പരിക്ക്. എഴുന്നള്ളിപ്പിനിടെ കൊണാർക്ക് കണ്ണൻ എന്ന ആന മീനാട് കേശു എന്ന ആനയെ കുത്തിയതിനെ തുടർന്നാണ് നാട് പരിഭ്രാന്തിയിൽ അമർന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ ആനയോട്ടവും കൊടിയേറ്റവും നാളെ. ഇനിയുള്ള 10 ദിവസം ഗുരുഭവനപുരി ഭക്തിയിൽ ആറാടും. CCTV ന്യൂസ് ഇംപാക്ട്. താഴിട്ട് പൂട്ടിയിരുന്ന കമലാ സുരയ്യ സ്മാരക സമുച്ചയത്തിലെ മുകളിലെ വരാന്തകൾ സന്ദർശകർക്കായി തുറന്നിട്ടു. ചൊവ്വാഴ്ച വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നീർമാതള ചുവട്ടിലെത്തി. പുന്നൂർക്കുളം തങ്ങൾപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആനപ്പാപ്പാൻ മരിച്ചു. മരിച്ചത് ഗുരുവായൂർ ആനക്കോട്ടയിലെ പാപ്പാനായ കോഴിക്കോട് സ്വദേശി 53 വയസ്സുള്ള പ്രേമൻ. അപകടത്തിൽ പരിക്കേറ്റ 4 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം. നമ്പഴിക്കാട് വലിയറ പ്രവീൺ കുമാറിന്റെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.